Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സമൂഹ സൃഷ്ടികളായിട്ടാണ്. ഏകനായി ഇരിപ്പാനല്ല, സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വസിക്കുന്ന സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്, ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണോ അതാണ് ഇന്നത്തെ ചർച്ചയ്ക്കായിട്ട് എടുപ്പാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. സമൂഹത്തോടുള്ള പ്രതിബദ്ധത. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ വിൽസൺ റിക്കി, Department of English, Devagiri College. Professor Rachel, Department of English, Devagiri College. Professor Jose John, HOD, Department of Chemistry, Devagiri College. Mr. Jiju Varghese, Motivation Speaker, Trainer and Radio Jockey. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോഴിക്കോട് ദേവഗിരി സെയിൻറ്റ് ജോസഫ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. വളരെ സന്തോഷത്തോടുകൂടെ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നു. സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം. പൊതുവെ നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ വളരെ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്. എന്നാൽ നമ്മോട് തന്നെയാണ് നമ്മുടെ ആ ഉത്തരവാദിത്വ ബോധം. സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ആ ഉത്തരവാദിത്വ ബോധം നമ്മുടെ മധ്യേ വളരെ കുറഞ്ഞു പോകുന്നു എന്നൊരു പരാതി നമ്മെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് അത് നമ്മുടെ ചർച്ചയിൽ അങ്ങനെ ഉത്തരവാദിത്വ ബോധമുള്ളവരാണോ നമ്മൾ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഉത്തരവാദിത്വ ബോധം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും, ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ഈ പ്രതിബദ്ധത പ്രകടമാക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, ഈ സാമൂഹിക പ്രതിബദ്ധത നമ്മൾ പ്രകടമാക്കേണ്ട മേഖലകൾ ഏതൊക്കെയാകുന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രതിബദ്ധതയുള്ളവരായിരിക്കേണ്ടത് ഏതൊക്കെ മേഖലയിലാകുന്നു എന്ന് ചുരുക്കമായിട്ടൊന്ന് പറയാമോ? ആസ് എ സ്റ്റുഡൻറ്റ് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് മെയിൻലി നമ്മുടെ ഫാമിലി, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡ്, അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്ഡേഷനാണ്. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് മനസ്സിലാക്കിയിരിക്കണം. മെയിൻലി ഈ ഒരു കേസസിലൊക്കെയാണ് നമുക്ക്, അതായത് കുടുംബത്തോട്, നമ്മുടെ പഠന മേഖലയിൽ, പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്ന മേഖലയിൽ, ഇവിടെയൊക്കെയാണ് നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധത വെളിവാക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാണല്ലോ, പറഞ്ഞാട്ടാ. ഈ മേഖലകളോട് നമ്മൾ പ്രതിബദ്ധത കാണിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ കടമകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാൻ പറ്റൂ. ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും ബേസിക് ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രൈമറി ആയിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രതിബദ്ധത. നമ്മളോടുള്ള പ്രതിബദ്ധത എന്ന് പറഞ്ഞപ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമുക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കണം. നമ്മൾ ആരാണ് നമുക്ക് മനസ്സിലാകണം. നമ്മുടെ കാലിബർ എന്താന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് നമുക്ക്. ഈ കാര്യങ്ങളോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? നമുക്ക് നമ്മളോടുള്ള ഒരു പ്രതിബദ്ധതയാണ് ആദ്യമേ വേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ അത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാട്ടെ. ഇതേ ഒന്ന് പറഞ്ഞേ.
തീർച്ചയായും അതിനോട് എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വിദ്യാഭ്യാസപരമായി നമ്മുടെ കടമകൾ നിറവേറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി എന്ന നിലയിൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റണം. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവുകയും നല്ലൊരു നില സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ മൂല്യങ്ങൾക്കും. ഇദ്ദേഹം പറയുന്നത് കുടുംബത്തിൽ നമുക്ക് മാതാപിതാക്കളോട് ഒരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് സാധിക്കില്ലെന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അത് മാത്രമല്ല, നമുക്കൊരു വില സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിനോട് സമൂഹത്തിലുള്ളവർക്കും കൂടെ ഒരു മതിപ്പുണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ എനിക്കൊരു വിലയുണ്ടെങ്കിലേ എനിക്ക് മറ്റുള്ളവരിൽ വില കണ്ടെത്താനൊക്കത്തുള്ളൂ. തീർച്ചയായും മറ്റുള്ളവർ എനിക്കൊരു വില തന്നെങ്കിലേ എനിക്ക് എന്നിലുള്ള വിലയും കണ്ടെത്താനും ഒക്കത്തുള്ളൂ. അങ്ങനെയുണ്ടല്ലേ? ഓക്കെ, ശരി. ഇദ്ദേഹം എന്താ മുമ്പേ പറയാനായിട്ട് ശ്രമിച്ചത് പറഞ്ഞാട്ടെ. സ്വന്തമായിട്ട് നമ്മുടെ കഴിവെന്താണെന്ന് തിരിച്ചറിയലാണ് പ്രധാനം എന്നെനിക്ക് തോന്നുന്നുണ്ട്. സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ സ്വന്തമായിട്ടുള്ള മേഖലയിലല്ല നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉൾവലിയാനുള്ളൊരു പ്രവണതയിലേക്ക് പോകും. അപ്പോൾ ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും അതുപോലെ തന്നെ അവരോട് ഉള്ളൊരു മനോഭാവത്തിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം തിരിച്ചറിയുക. അതുപോലെ തന്നെ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയൂ. അപ്പോൾ നിങ്ങളെല്ലാം പറയുന്നത് നമുക്ക് നമ്മോട് തന്നെ ഒരു വലിയ പ്രതിബദ്ധത ആദ്യമുണ്ട്. അത് ആലോചിച്ചതിന് ശേഷം സമൂഹത്തോടുള്ളത് ആലോചിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിലാണ് ആ പ്രതിബദ്ധത ആരംഭിക്കുന്നത് എന്നാണ്. ജിജു സാറേ, എനിക്കൊരു ചോദ്യമുള്ളത്. ഇവർ പറയുന്നു നമുക്ക് നമ്മോടുള്ള ഒരു പ്രതിബദ്ധത കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ആരംഭിക്കണമെന്ന്. സാർ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാട്ടെ. പരിപൂർണമായിട്ട് അഗ്രി ചെയ്യുന്നുണ്ട് അച്ഛാ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനോട് അക്കൗണ്ടബിൾ ആണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ്ലി ഉറച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് സോഷ്യലി ഇറസ്പോൺസിബിൾ ആകാൻ പറ്റുകയില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റ് ആണ് അക്കൗണ്ടബിലിറ്റി. ഏതൊരു കാര്യം ഞാൻ ചെയ്താലും അതിന് എനിക്ക് കണക്ക് പറയേണ്ട ഒരു വ്യക്തിയാണെന്നുള്ളൊരു ബോധം. ബാലപാഠം പഠിക്കേണ്ടത് ഭവനത്തിൽ നിന്നാണോ? ഭവനത്തിൽ തന്നെയാണ്. അത് പഠിപ്പിക്കേണ്ടതും മാതാപിതാക്കളും കോളേജിൽ പോകുമ്പോൾ എൻ്റെ വ്യൂവിൽ ടീച്ചേഴ്സുമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടീച്ചേഴ്സിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവർ പറഞ്ഞു കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ പ്രതിബദ്ധത മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യമേ പഠിച്ചോട്ടെ. ഇപ്പോൾ ജിജു സാറ് പറയുന്നു കോളേജിലൊക്കെ വരുന്ന ഉടനെ കോളേജുമായിട്ടുള്ള ബന്ധത്തിൽ അധ്യാപകരുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഒരു വലിയ പ്രതിബദ്ധതയ്ക്ക് ഒരു സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത്. അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എന്താ പറയുക, ടീച്ചർ എന്നാ പറയുന്നു? തീർച്ചയായിട്ടും. കാരണം കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ സെക്കൻഡ് ഹോമാണ്. അപ്പം വീട്ടിലെ അമ്മമാരുമായിട്ടായിരിക്കും കുട്ടികൾ ഏറെ സമയം പങ്കിടുന്നത്. അതിനുശേഷം കോളേജിൽ വരുമ്പോൾ ടീച്ചേഴ്സും ഇവിടുത്തെ ഫ്രണ്ട്സുമാണ്. അതിൽ ഫ്രണ്ട്സ് ഒരു പക്ഷേ അവരുടെ സെയിം ഏജ് ഗ്രൂപ്പ്. അപ്പം കുറച്ചും കൂടെ അതോറിറ്റേറ്റീവായി അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. ടീച്ചേഴ്സിന് കുട്ടികളുടെ ജീവിതത്തിൽ നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെയൊരു പ്രതിബദ്ധത കുഞ്ഞുങ്ങളിൽ വളർത്തുന്നതിന് സാറിൻ്റെ അഭിപ്രായം എന്നാ? അങ്ങനെ ടീച്ചേഴ്സിന് ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടോ? സ്കൂൾ മുതൽ തന്നെ അധ്യാപകർ കുട്ടികളിൽ സമൂഹത്തുള്ള പ്രതിബദ്ധത തുടങ്ങിക്കൊടുക്കണം. കോളേജുകളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞാൽ ചെറുതായിട്ടൊരു യോജിപ്പ് രേഖപ്പെടുത്തട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് ജോലിയെ കിട്ടി നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞൊക്കെ ചെയ്യാന്ന് പറയുന്നത് അത്ര വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കോളേജുകളിൽ തന്നെ കുട്ടികൾ ഇറങ്ങിയാലേ പിന്നീട് അത് മുന്നോട്ട് പോവുള്ളൂ. ജോലിയെ കിട്ടി സെക്യൂറായ ശമ്പളമൊക്കെ കിട്ടി സ്വസ്ഥമായിട്ട് വീട്ടിലൊക്കെ തുടങ്ങി അത് സ്കൂളിൽ ചെന്നിട്ട് പിന്നെ കോളേജിൽ വരുമ്പോൾ ഇവിടെ എല്ലാം പടിപടിയായിട്ട് ഈ പ്രതിബദ്ധതയിൽ നമ്മൾ വളരുകയാണ്. സാറിൻ്റെ അഭിപ്രായം എന്തോ ഇതിനെക്കുറിച്ച്? അതിനോട് തന്നെ എഗ്രി ചെയ്യുകയാണോ അതോ? എനിക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്ട്രക്ചേർഡ് സൊസൈറ്റിയാണ്. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ എടുക്കുന്നുണ്ട് എന്നാദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. സമൂഹമാണ് വാസ്തവത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയും സമൂഹം വലിയൊരു തുക ചെലവഴിക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഈ ഗവൺമെൻറ് ചെലവഴിക്കുന്ന 1 ലക്ഷം രൂപയിലധികമാണ്. ഒരു ഡിഗ്രി ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഏകദേശം 50,000 രൂപയിലധികം ഗവൺമെൻറ് ചെലവഴിക്കുന്നുണ്ട്. എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടിട്ട് ആ സ്ഥലത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ആദ്യം ഒരു കുട്ടി സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വാങ്ങിക്കുന്ന ശമ്പളം അത് വലിയൊരു തുകയാണ്. ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരുടെ വരുമാനവുമായി വെച്ച് നോക്കുമ്പോൾ എത്രയോ കുടുംബങ്ങൾക്ക് ജീവിക്കേണ്ട പണം ശമ്പളമായി ഞാൻ വാങ്ങുന്നുണ്ട്. ആ ശമ്പളത്തിന് തക്കതായ ജോലി ഞാൻ ചെയ്യുന്നുണ്ടോ, റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ ആദ്യം ചോദിക്കേണ്ടത്.
അവരോടുള്ള ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു തുടങ്ങുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് സാർ അവിടെ ആദ്യമായിട്ട് ഉന്നയിച്ചത്. അതായത് ഞാൻ എന്നോട് തന്നെയുള്ളൊരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴേ എനിക്ക് സമൂഹത്തോടുള്ളൊരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഒക്കത്തുള്ളൂ. സമൂഹം നമുക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമൂഹത്തിന് വേണ്ടിയും വലതും ചെയ്യണം. മരിച്ചുപോയ കെന്നഡിയുടെ ഒരു വാക്കുണ്ടല്ലോ, എന്തുവാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സമൂഹത്തിൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? സമൂഹത്തിന് എന്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പം നമുക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാകണം, എനിക്ക് സമൂഹത്തിന് എന്ത് കൊടുക്കാൻ സാധിക്കും. കാരണം സാറ് പറഞ്ഞതുപോലെ സമൂഹം നമുക്ക് വേണ്ടി പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രതിബദ്ധത പ്രകടമാക്കാനായിട്ട് സാധിക്കും? മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ഈ പ്രതിബദ്ധത പ്രകടമാക്കുവാനും അതിലൂടെ വളർന്നു വരുവാനും എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? എന്താ ഇത് പറഞ്ഞോ. നമുക്കറിയാം, അധികവും ഇപ്പം ന്യൂക്ലിയർ ഫാമിലീസിനെ നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫാമിലി തന്നെ ഇവിടെ അധികം ആരും കൂട്ടുകുടുംബമായി ഇപ്പോഴും താമസിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സമൂഹം ടെക്നോളജിക്കലായും എല്ലാ തരത്തിലും ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ന്യൂക്ലിയർ ഫാമിലീസിൻ്റെ നമ്പറും കൂടിക്കൂടി വരികയാണ്. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അച്ഛൻ, അമ്മ, കുട്ടികൾ മാത്രമല്ല. നമുക്ക് സൊസൈറ്റി തന്നെ നമുക്കൊരു ഫാമിലിയായി എടുക്കാം. അല്ലെങ്കിൽ ഒരു കാട്, ഒരു മരം, എല്ലാം ഓരോ ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ജസ്റ്റ് ആൻറ്റി, അങ്കിൾ, ആ ഒരു സംബോധന കൊണ്ട് തന്നെ ബന്ധങ്ങളെ ചുരുക്കിക്കളയാണ്. പക്ഷെ നമുക്കറിയാം നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് റിലേഷൻസ് ആണ്. അങ്ങനെ ഒരു കുട്ടിക്ക് എത്രത്തോളം ഒരു കുട്ടി ചെറുപ്പം മുതൽ അത്രയും അധികം റിലേഷൻസിൻ്റെ ഇടയിൽ വളരുന്നു, കുടുംബ ബന്ധങ്ങളുടെ ഒരു വില ആ കുട്ടിക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കി തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അത് കുടുംബത്തിലുള്ളവരെ മാത്രമല്ല, അയൽവക്കത്തുള്ളവരുമായിട്ടും ബന്ധപ്പെടാൻ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്, അല്ലേ? അയൽപക്കത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന കുടുംബം ഒരു കൂട്ടുകുടുംബമാണെങ്കിൽ എത്ര പേരെ വേണമെങ്കിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ വീട്ടിലിപ്പം ഞാനും അമ്മയും അച്ഛനും എൻ്റെ ഒരു സഹോദരനും അങ്ങനെ മാത്രമാണെങ്കിൽ പുതിയൊരാൾ വരുമ്പം എനിക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേങ്കിൽ ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഷെയറിങ്, നമ്മളൊരു സോഷ്യൽ ബീയിങ് ആവുമ്പം ഷെയറിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പഴയ കാലത്തെ കൂട്ടുകുടുംബ സമ്പ്രദായങ്ങൾ ഇന്ന് പലയിടത്തും ഇല്ലെന്നുള്ളത് ഇദ്ദേഹം തന്നെ പറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂട്ടുകുടുംബം ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നതിൽ നല്ലത് ഒരു കൂട്ടുകുടുംബം പോലെ നമ്മുടെ അയൽവക്കങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ടത്. ഇന്നത്തെ കാലത്ത് അയൽപക്കക്കാരെ ആരാണ് അപ്പുറത്ത് താമസിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ലല്ലോ. ഇല്ല, ഫ്ലാറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ അയൽപക്കക്കാർ നമ്മൾ സൗഹൃദം പങ്കിടാൻ പോവുകയാണെങ്കിൽ പോലും ആരാണ്, ഒരു സ്ട്രേഞ്ചർ ആണല്ലോ വരുന്നത്, അങ്ങനെയാണ് അവർ നമ്മളെയും കാണുക. അപ്പം ഞാനിപ്പോൾ ഒരു ഫാമിലി ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അപ്പം ഞാൻ പ്രൊമോട്ട് ചെയ്യുക എപ്പോഴും ഒരു കൂട്ടുകുടുംബത്തെ തന്നെ ആയിരിക്കും. അതായത് കൂട്ടുകുടുംബത്തിൽ തന്നെ നല്ല ചില വശങ്ങളുണ്ട് കൂട്ടുകുടുംബത്തിൻ്റെ സമ്പ്രദായത്തിൽ. പക്ഷെ ആ കൂട്ടുകുടുംബം ഇന്നില്ല. അതില്ലാത്തത് കൊണ്ട് നമ്മൾ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ സമൂഹത്തിൽ എങ്ങനെ കൂട്ടുകുടുംബത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ടാക്കാം എന്നുള്ളതല്ലേ കുറച്ചുകൂടെ ഇന്ന് പ്രായോഗികമായിട്ടുള്ളത്, അല്ലേ? ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാൻ പറഞ്ഞാൽ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് കൂട്ടുകുടുംബം എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം പല ഫാമിലിയിൽ നിന്ന് വരുന്ന പല കൾച്ചറിലുള്ള കുട്ടികൾ ഒരുമിച്ച് വസിക്കുന്നു. അങ്ങനെ വരുമ്പം ഒരു കൂട്ടുകുടുംബം എന്താണ്, ഒരു കൂട്ടായ്മ എന്താണ്, ഷെയറിങ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഹോസ്റ്റലിൽ വന്നിട്ടാണ്. ഇവിടെ ടാഗോർ കോളേജ്, ദേവരി കോളേജിൻ്റെ ഹോസ്റ്റലാണ് ടാഗോർ ഹോസ്റ്റൽ. അപ്പം ഹോസ്റ്റലിൽ വന്നപ്പോഴാണ് കൂട്ടുകുടുംബത്തിൻ്റെ, അന്നേരം സഹോദരി പറഞ്ഞപ്പോഴാണ് കൂട്ടുകുടുംബത്തിൻ്റെ ആ കൂട്ടുകുടുംബത്തിൻ്റെ പ്രയോജനം എന്നാണെന്നും അതുകൊണ്ട് എങ്ങനെ നമുക്ക് വളരാൻ സാധിക്കുമെന്നും ഒക്കെ ഉള്ളത് ഈ ഹോസ്റ്റൽ ലൈഫിലാണ് ഇദ്ദേഹം കൂടുതൽ മനസ്സിലാക്കുവാൻ. എൻ്റെ ഒരു ചോദ്യം അതല്ല, ഈ നമ്മൾ വസിക്കുന്ന ഈ സമൂഹത്തിൽ തന്നെ നമ്മുടെ അയൽവക്കത്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ആരാണ് നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ഇന്ന് അങ്ങനെ അയൽവക്കങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ആളുകൾ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ അവരും അതിനെ വെൽക്കം ചെയ്യുന്നില്ലായിരിക്കും. എങ്കിൽ തന്നെയും നമ്മുടെ അയൽവക്കങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകേണ്ട ഒരു ആവശ്യം നമുക്കുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് പറഞ്ഞാട്ടെ.
അയൽപ്പക്കത്തെ റിലേഷൻ നമുക്ക് എന്തായാലും വേണം. ബിക്കോസ് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ളവരെ നമ്മൾ സഹായിക്കാനുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അയൽപ്പക്കമായിട്ട് നമുക്ക് റിലേഷൻ ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന കുട്ടികളാണേലും അയൽപ്പക്കത്തുള്ളവരുമായിട്ട് മെജോറിറ്റി അച്ഛനും അമ്മയ്ക്കും അയൽപ്പക്കത്തുള്ള വീട്ടുകാരുമായിട്ട് വലിയ റിലേഷൻ വേണ്ട, അവരങ്ങനെയുള്ള ആൾക്കാരാവാന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അയൽപ്പക്കമായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇതുപോലുള്ള ചില വിലക്കുകൾ കിട്ടുന്നത്. അയൽവക്കവുമായിട്ട് അധികം ബന്ധപ്പെടേണ്ട, അവർ നല്ല മനുഷ്യരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അവരിൽ നിന്ന് അകറ്റും അല്ലേ? അതപ്പോൾ ഒരു വലിയൊരു അകൽച്ചയല്ലേ? നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് നമ്മളെ സഹായിക്കേണ്ടതിന് പകരം അയൽവക്കം തൊട്ടേ നമ്മൾ അകന്നു തുടങ്ങുകയല്ലേ ചെയ്യുന്നത്? അതെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരെയും സംശയിക്കത്തില്ലേ? അവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ നോക്കുമോ? ഇദ്ദേഹം എന്നാ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നാ? അങ്ങനെ നല്ല ഒരു റിലേഷൻഷിപ്പ് നെയ്ബർഹുഡുമായിട്ട് നമുക്ക് ആവശ്യമുണ്ടോ? അത് നടക്കുന്ന കാര്യമാണോ ഇന്നത്തെ കാലത്ത്? ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പം ഇപ്പം എവിടെ നോക്കിയാലും ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളൊക്കെ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒരു എന്താ പറയുക, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനുപരി ഈ ഒരു കൂട്ടായ്മയിലൂടെ എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കാം അത്തരമൊരു നീക്കത്തിനുള്ള പ്രചോദനം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടും നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഇപ്പം ദൂരെയുള്ള ബന്ധുക്കളേക്കാൾ ഓടിയെത്തേണ്ടത് അടുത്തുള്ള ശത്രു എന്നല്ല അയൽക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് എന്തായാലും നല്ലൊരു ബന്ധം ഉണ്ടാവണം. പക്ഷേ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടൗണിലെല്ലാം ജീവിക്കുന്നതാണെങ്കിലും രക്ഷിതാക്കൾ പറയും കുട്ടികളോട് പുറത്തു പോയി കളിക്കരുത്. ഇപ്പം കുട്ടികളിൽ എന്താണെന്ന് വെച്ചാൽ ടി വിയിലും അതേപോലെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഇവയിലൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തു പോയി കളിക്കാനുള്ള ഒരു അവസരം അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം മറ്റു വീടുകളിലെ കുട്ടികളുമായിട്ട് രണ്ട് വീടുകൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പം അവരുടെ ഇപ്പം രണ്ട് കുട്ടികൾ തമ്മിലുള്ള റിലേഷൻ, എന്താ പറയുക, രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള റിലേഷൻ, അങ്ങനെയാണല്ലോ രണ്ട് വീടുകൾ തമ്മിലുള്ള റിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ എന്താ പറയുക, കുട്ടികളെ രക്ഷിതാക്കളുടെ നിയന്ത്രണപ്രകാരം വെക്കുന്നതുകൊണ്ടാണ് ഒരു പരിധിവരെ അവർ തമ്മിൽ ബന്ധമില്ലാണ്ടാവുന്നത്. അപ്പോൾ ഇതിനൊരു ഉത്തരവാദിത്വം നമ്മുടെ കുടുംബം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മാതാപിതാക്കളുമായിട്ട് നമ്മൾ എങ്ങനെ ബന്ധപ്പെടുന്നോ ആ ബന്ധമാണ് ശരിക്കും നമ്മുടെ അയൽവക്കവുമായിട്ടുള്ള ബന്ധമായിട്ട് വരേണ്ടത്. യെസ്, അയൽപ്പക്കത്തിനേക്കാളും ഉപരി നമ്മൾ മാതാപിതാക്കളായിട്ടാണ് ആദ്യം തന്നെ ബന്ധം കൂടി യോജിക്കേണ്ടത്. കാരണം ഇന്നത്തെ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയുടെ കാര്യം സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ രണ്ടുപേരും മാതാവും പിതാവും ജോലിക്ക് പോകുന്നവരാണ്. പക്ഷെ കുട്ടികൾ എപ്പോഴും ലോൺലി ആയിട്ട് സ്വന്തം, അവർക്ക് പിന്നെ ഫോണോ മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ടി വിയിലെ കാർട്ടൂണുകളോ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് കളിക്കാനുള്ളൊരു മാർഗം. പുറത്തേക്ക് പോകരുതെന്ന് പറയും, അവരോട് കൂട്ടുകൂടരുത്, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊരു ഭയവും അവർക്ക് പുറത്ത് ഇടപഴകാനുള്ളൊരു ശീലം കുറഞ്ഞു വരികയാണ്. പണ്ടത്തെ കാലത്ത് എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം എന്ന് പറയുമ്പം പുറത്തൊക്കെ പോയി ഇടപഴകിയിട്ടാണ് ഞാൻ ശീലിച്ചത്. ഒത്തിരി പ്രായമായോ? അല്ല, ഞാൻ ചെറുതാവുമ്പോൾ പക്ഷെ എൻ്റെ അനിയൻ വളർന്നു വന്ന രീതി അങ്ങനെയല്ല. അവൻ വന്നു, പിന്നെ അവൻ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപഴകി ഞങ്ങളോട് മാത്രമായിട്ട് ജീവിച്ചു പോകുന്ന രീതി, അത് ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. അച്ഛൻ ജോലിക്ക് പോവാണ്. അപ്പം ഒരു ദിവസം, എല്ലാ ദിവസവും അച്ഛൻ്റെ മകൻ ഒരു 1ാം ക്ലാസ് പഠിക്കുകയാണ്. അവൻ എന്നും അച്ഛനെ കാത്തിരിക്കും. രാത്രി 12 മണിയാവും അച്ഛൻ വരാൻ. ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യണം അച്ഛൻ. പക്ഷേ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛന് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. അച്ഛൻ മകനോട് ഇടപഴകുന്നില്ല, മകന് വിഷമാവുന്നു. ഒരു ദിവസം മകൻ, പക്ഷേ സ്നേഹമുണ്ട്, അച്ഛന് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, അത് എക്സ്പ്രസ് ചെയ്യാൻ ടൈമില്ല. അതാണ് എല്ലാവരുടെയും പ്രശ്നം. സോ മകൻ അച്ഛനോട് പറയാണ്, എനിക്ക് കുറച്ച് പൈസ തരുമോ, എനിക്ക് കുറേ കളിക്കാനുണ്ടെന്നൊക്കെ പറയാണ്. അപ്പം അച്ഛനോട് ചോദിക്കുക, അച്ഛൻ ദിവസവും ജോലി ചെയ്താൽ അച്ഛൻ എത്ര രൂപ കിട്ടും? അപ്പം അച്ഛൻ പറയും, എനിക്ക് 100 രൂപ കിട്ടും. അപ്പം മകൻ ചോദിക്കുന്നു, എന്നാലും എനിക്കൊരു 50 രൂപ തരൂ അച്ഛാ. അപ്പോൾ അച്ഛൻ ചോദിക്കും, എനിക്ക് തരാലോ, മോനെന്തി വാങ്ങാനാണോ തരാമെന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് അവൻ്റെ കയ്യിൽ മുമ്പേ സൂക്ഷിച്ച് വെച്ച ഒരു 50 രൂപയും കൂടെ കൂട്ടിച്ചേർത്ത് കൊടുക്കും. അച്ഛൻ 1 മണിക്കൂർ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ, 100 രൂപ ഞാൻ തരാമെന്ന്. കാരണം ആ കുട്ടി അങ്ങനെ പറയാൻ കാരണം അത്ര പോലും ബന്ധങ്ങൾ ഇപ്പോൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. വർക്കിൻ്റെ പേരിലും എല്ലാവരും ബിസി ലൈഫാണ്. ടെക്നോളജി വളരും തോറും നമ്മുടെ കുടുംബ ബന്ധങ്ങളും
തകരാറാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പം അച്ഛനും അമ്മയും മക്കളോടും പ്രതിബദ്ധത കാണിക്കേണ്ടത് ഇപ്പം കുറച്ചുകൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഭവനത്തിലാണ് മിക്കവാറും എല്ലാ സംഗതികളുടെയും ആരംഭം. ഭവനത്തിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചു തുടങ്ങിയാൽ അതാണ് പിന്നീട് അയൽവക്കങ്ങളിലേക്ക് സമൂഹത്തിലേക്കും വ്യാപിക്കുന്നത്. ഭവനത്തിൽ മാതാവും പിതാവും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നതാണ്. അച്ഛൻ ജോലിക്ക് പോകുന്നു, അമ്മ ജോലിക്ക് പോകുന്നു, പിള്ളേർ പഠിക്കാൻ പോകുന്നു, പിള്ളേർ കിടന്നുറങ്ങുന്നു, അപ്പോൾ അച്ഛൻ വരുന്നു, കുറേ കഴിയുമ്പോൾ അമ്മ വരുന്നു. ഈ വീട്ടുകാർ തമ്മിൽ ഒന്നിച്ച് കാണാനായിട്ടുള്ള പല സമയങ്ങളും പ്രായോഗികമായിട്ട് ചിലപ്പോൾ ഇപ്പോൾ കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുള്ളതായിരിക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ സമയം സംസാരിക്കുകയും ഒരുമിച്ചിരുന്ന് തമാശകൾ പറയുകയും ഒരുമിച്ചിരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനം കുടുംബത്തിലുണ്ടാകണം. അതിനാണ് ക്വാളിറ്റി ടൈം ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത്. കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്, എത്ര സമയം ഉണ്ട് എന്നുള്ളതല്ല പ്രധാനം, അവർ ഉള്ള സമയം ഒരു ക്വാളിറ്റി ടൈമാക്കി മാറ്റുന്നുണ്ടോ, അതൊരു എൻജോയബിൾ ടൈമായി മാറ്റുന്നുണ്ടോ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഗതി. അപ്പോൾ കുടുംബത്തിലെ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും തമ്മിൽ ഒരു ക്വാളിറ്റി ടൈമിലൂടെ നല്ല ഒരു ബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ ആ ബന്ധം തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുവാൻ നമുക്ക് പ്രേരകമായി തീരും എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അങ്ങനെയാണെന്ന് വരികിൽ ആ കുടുംബവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു പടി കൂടെ മുന്നോട്ട് കടന്ന് ആ ബന്ധങ്ങളെ ദൃഢമാക്കുവാനുള്ള ചില സ്റ്റെപ്പുകളൊക്കെ നമുക്ക് എടുക്കാം. ഈ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിലെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സമൂഹവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സമൂഹമായിട്ടുണ്ട്. ആ ബന്ധത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴാണ് നമ്മൾ സമൂഹത്തിന് പ്രയോജനമുള്ളവരായി തീരുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ കാര്യങ്ങൾ ഇനിയും തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുടരുന്നതത്രേ. അതുവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മലയാളികളൊക്കെ വളരെ വൃത്തിയുള്ളവരാണ്. 2 നേരം കുളിക്കും, എല്ലാം നല്ല ഡ്രസ് ചെയ്യും, വളരെ വൃത്തിയുള്ളവരാണ്. പക്ഷെ മലയാളികൾ ഒരിക്കലും അവരുടെ പൊതുസ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇവിടെ സ്പീറ്റ് ചെയ്യരുത് എന്ന് എഴുതി വെച്ച ബോർഡിൽ തന്നെ നോക്കി സ്പീറ്റ് ചെയ്യുന്ന മലയാളികളുണ്ട്. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ, ദ വേൾഡ് ദാറ്റ് വി ലിവ് ഇൻ ടുഡേ ഈസ് എ ലോൺ ടേക്കൻ ഫ്രം ദ നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്താ? ഫോണല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം പെന്നും പേപ്പറുമാണ്. പെന്നെന്ന് പറയുന്നത്, ബോൾ പെൻ എന്ന് പറയുന്ന സാധനം എത്രത്തോളം വേസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നതോ പുറത്ത് വരുന്നതോ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് വേണം കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ നമ്മൾ ഒരു എക്സ്റ്റെൻഡഡ് ഹെൽപ്പ് സ്വീകരിക്കുകയും വേണം, മറ്റുള്ളവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുകയും വേണം. പൊതുസ്ഥലത്ത് നമ്മൾ വൃത്തിയാക്കാൻ ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തോന്നൽ ഓരോരുത്തരിൽ ഉണ്ടാവുമ്പോഴാണ് പൊതുസ്ഥലങ്ങളൊക്കെ വൃത്തിയായി തുടങ്ങുന്നത്. മലയാളിയുടെ മനോഭാവത്തിൽ മാറ്റം വരേണ്ട ആവശ്യമാണ്. കാരണം വീടുകളിൽ ഇത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആൾ പോലും പുറത്തറിയുന്നു പറഞ്ഞു. ഏറ്റവും ഉദാഹരണം നമ്മുടെ ബീച്ചോ പാർക്കോ നോക്കിയാൽ മതി, ഇത്രയും വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്ന ആൾക്കാർ. ദിവസം ഇതുപോലെ എത്രയോ വേസ്റ്റ് കൊണ്ട് തട്ടുന്നതായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. അതേസമയം വീടുകളൊക്കെ ഏതൊരു പ്രവൃത്തിയും ചെയ്തു തുടങ്ങി ആദ്യത്തെ ആവേശത്തിന് നമ്മളത് തുടങ്ങുന്നു, പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ മടുക്കുകയാണ്. അപ്പം തുടങ്ങുന്നത് പോലെയല്ല, എന്ത് പ്രവൃത്തിയും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ തന്നെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് വരും. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്താലും എന്നുള്ളൊരു ചിന്തയാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്,
ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomytips@gmail.com.